കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വെള്ളച്ചാട്ടത്തിന് സമാനമായി വെള്ളം റോഡിലേക്ക് കുത്തിയൊലിക്കുകയാണ്. റോഡിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് കേടുപാടുണ്ട്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റോഡിലേക്ക് വരുന്ന വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അത്രയും വേഗത്തിലാണ് വെള്ളം വരുന്നത്. ഇത് റോഡാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം പാഞ്ഞു വരികയാണ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുന്നു. അരുൺ, വിവരങ്ങൾ. ഇത് ദേശീയപാത 66 മേഗാ കമ്പനിയാണ് ഇവിടെ അവരുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മേഗാ കമ്പനിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്താണ്. ദേശീയപാത റീച്ച് 2 സ്ഥലമാണ്. അതായത് ചെർക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് 2 ചട്ടഞ്ചാൽ എന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ളൊരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടിരിക്കുന്നത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് തൊട്ടു താഴെയാണ് ഈ സ്ഥലമുള്ളത്. നേരത്തെ തന്നെ, അതായത് 3 ദിവസം മുൻപ് ഇവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് കുന്നിൻ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിന് സമാനമായ രീതിയിലാണ് വെള്ളം താഴേക്ക് ദേശീയപാതയിലൂടെ ഒഴുകുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി വലിയ തോതിൽ ഈ ഭാഗത്ത് കുന്ന് ഇടിച്ചിരുന്നു. ആ കുന്നിടിച്ചതോടുകൂടിയാണ് വെള്ളത്തിന് പോവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഇത് റോഡിലേക്ക് NH66 ഇറങ്ങുന്നൊരു സാഹചര്യമുള്ളത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണ് താഴേക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ജില്ലാ ഭരണകൂടം അപകട സാധ്യത പട്ടികയിൽ 101 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിലൊരു സ്ഥലമാണ് ഈ ചട്ടഞ്ചാൽ പ്രദേശം. ഇവിടെ കുന്നിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപകട ഭീഷണിയുണ്ട്. എന്തായാലും അവിടെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തേക്ക് റോഡിലേക്ക് നാഷണൽ ഹൈവേക്ക് മണ്ണെടുത്ത സ്ഥലം നാഷണൽ ഹൈവേ റോഡിലേക്കാണ് ഈ വെള്ളം ഇരച്ചെത്തിയത്.